ഫേസ്ബുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതിനിടയിൽ ഒരു ചിത്രം വന്നു. പെട്ടെന്ന് കണ്ടത് ആ ചിത്രമാണ് കേട്ടോ. അതായത് മൂക്ക് പൊട്ടി ചോര ഒലിക്കുന്ന ഒരു സംഖ്യയും തൊട്ടപ്പുറത്ത് കരാട്ട പഠിച്ച് ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരു യുവതിയുടെയും ചിത്രം. അതായത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ചിത്രമാണ്. രണ്ടും കൂടി ഒറ്റ നോട്ടത്തിൽ തന്നെ എൻ്റെ മനസ്സ് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു സംഭവം ഇതാണ് എന്ന്. അതായത് എനിക്ക് ആ രണ്ട് ചിത്രം കണ്ടപ്പോൾ തന്നെ ഏകദേശം ഒരു ധാരണ ലഭിച്ചു എന്നർത്ഥം. അത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വാർത്തയായിരുന്നു. ആ വാർത്തയുടെ ലിങ്കിൽ കയറിയപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞതും ഞാൻ പൊട്ടിച്ചിരിച്ചതും. സംഭവം തിരുവണ്ണാമലയിലാണ്. അതായത് ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലുമൊക്കെ ഈ സംഘികൾ ചെയ്യുന്നത് പോലെയുള്ള ഒരു പേക്കൂത്ത് നമ്മുടെ തെന്നിന്ത്യയിൽ ചെയ്തു നോക്കാൻ ശ്രമിച്ചതായിരുന്നു ഒരു സംഘി. മാർച്ച് മാസത്തിൽ തിരുവണ്ണാമലൈ പ്രദേശത്തെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ നിന്നെത്തിയ ഒരു വിദേശ വനിതയുടെ പ്രത്യാക്രമണത്തിൻ്റെ കഥയാണ് ഇത്. അങ്ങനെ മാർച്ച് മാസത്തിലെത്തി അവിടെയുള്ള ക്ഷേത്രങ്ങളൊക്കെ കുറച്ചൊക്കെ കണ്ടു. ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കാണാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലോക്ക്ഡൗണിന് മുൻപ് ആ യുവതിക്ക് തിരിച്ച് അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. അങ്ങനെ അതിൻ്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ഒരു വീടെടുത്ത് ഈ അമേരിക്കൻ യുവതി താമസിച്ചു. ആ ഇടക്കാണ് തൊട്ടപ്പുറത്ത് താമസിച്ചിരുന്ന കാവിവേഷധാരിയായിട്ടുള്ള ഒരു സ്വാമിയാണ് എന്ന് പറയുന്നു. ഞങ്ങൾക്ക് അവനൊന്നും ഒരു സ്വാമിയല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാളെയാണ് യഥാർത്ഥത്തിൽ സംഘി എന്ന് വിളിക്കേണ്ടത്. അങ്ങനെയുള്ള ഒരാള് ഈ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതാണ്. യുവതി വീടിൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, അതായത് വിദേശ വനിത വീടിൻ്റെ പുറത്ത് നിൽക്കുന്ന സമയത്ത് ഓടിക്കയറി പോയിട്ട് ആ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായിരുന്നു. അങ്ങനെ യുവതിയെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ യുവതിയുടെ വീടിനകത്തേക്ക് തന്നെ തള്ളിയിട്ടു. സംഭവം പിന്നീട് കളറായി മാറി എന്ന് വേണം പറയാൻ. കാരണം യുവതി നല്ല കരാട്ട പഠിച്ച യുവതിയാണ്, അമേരിക്കയിൽ നിന്നുള്ള സാധനമാണ്. സ്വാമി എന്ന് ഞാൻ വിളിക്കുന്നില്ല, മറിച്ച് ആ സംഘിയുടെ എല്ലാ കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട്. ആ സംഘിയുടെ പേര് മണികണ്ഠൻ എന്നാണ്. ആ സംഖ്യയുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് എന്നാണ് ഏഷ്യാനെറ്റിൻ്റെ ആ വാർത്ത ലഭിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ഒപ്പം അവിടെയുള്ള നാട്ടുകാരും വന്നിട്ട് മണികണ്ഠനെ ഏകദേശം തീരുമാനമാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല അഭ്യാസ പ്രകടനത്തോടു കൂടി അമേരിക്കൻ യുവതി പഠിച്ച കളരി, അതായത് കരേട്ട, ആ കരേട്ട നല്ല രസത്തിൽ തന്നെ മണികണ്ഠനെതിരെ പ്രയോഗിച്ചപ്പോൾ മണികണ്ഠൻ്റെ കാര്യം ഏകദേശം ശരിയായി എന്നുള്ളതാണ് ആ ചിത്രത്തിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. നല്ല ഇടി കിട്ടിയിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് സംഘികളെ ഇങ്ങനെ ആരെയെങ്കിലും ബലാത്സംഗം ചെയ്തിട്ട് നമ്മുടെ രാജ്യത്തെ അപമാനപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ ഇതാ ഇതുപോലെയുള്ള നല്ല അടി ലഭിക്കുമെന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുന്നു. ഒപ്പം നമ്മുടെ കുട്ടികൾക്ക് ഈ ഡാൻസും അതുപോലെയുള്ള ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഇടയിൽ ഇതുപോലെയുള്ള നല്ല കാര്യവും പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നീതിക്ക് വേണ്ടിയിട്ട് 10 വർഷം കാത്തിരിക്കേണ്ട ഒരവസ്ഥയുണ്ടാകില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.